ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. ഇനി വരാനുള്ളതൊക്കെ മെയിൻ എക്സാമുകളാണ്. റെയിൽവേയുടെ എക്സാം വരാനുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ശക്തമായിട്ട് പഠിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഭാഗമാണ് നിങ്ങളിൽ എത്തിക്കുന്നത്. അമെൻമെൻറ്റ്, ഭരണഘടനയിലെ അമെൻമെൻ്റ് ആണെന്ന് നോക്കുന്നത്. അമെൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമെൻമെൻറ്റ് ഭേദഗതി. ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിലെ നിലവിലുള്ള ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ മാറ്റം വരുത്തുകയോ, ഭരണഘടനയിലെ നിലവിലുള്ള വ്യവസ്ഥയിൽ മാറ്റം വരുത്തുകയോ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കുകയോ അതിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മാറ്റുകയോ പുതിയ കാര്യങ്ങൾ ചേർക്കുകയോ, പുതിയ ആശയങ്ങൾ ചേർക്കുകയോ ഉള്ള ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ മാറ്റം വരുത്തുകയോ ചെയ്യുകയാണെങ്കിലാണ് അതിനെ എന്തെന്ന് പറയപ്പെടുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന പാർട്ടാണ് പാർട്ട് 20. പാർട്ട് 20 ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ. ആർട്ടിക്കിൾ 368. പാർട്ട് 20 കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇനി ആർട്ടിക്കിൾ 368 എന്താണ് പറയുന്നത്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. ഭരണഘടന അമെൻഡ് ചെയ്യാം, ഭേദഗതി ചെയ്യാം, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് 1973 എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഈ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അങ്ങനെ പറയുമ്പോൾ ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറയുന്ന ഒരു കേസുണ്ടല്ലോ, ബറൂബാരി കേസ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറയുന്ന കേസാണ് 1960 ബറൂബാരി കേസ്. ഈ ബറൂബാരി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവില് ബംഗ്ലാദേശില് ഭാഗമായിട്ടുള്ളൊരു പ്രദേശമാണ് ബറൂബാരി എന്ന് പറയുന്നത്. അത് ആദ്യം എന്താണ്? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിരുന്നു, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇത് എന്താണ്? 9ാം ഭേദഗതി പ്രകാരം 1960 9ാം ഭേദഗതി പ്രകാരം ഇതെന്ത് ചെയ്തു? പാകിസ്ഥാന് കൈമാറിയ പ്രദേശമാണ് ബറൂബാരി എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ബറൂബാരി കേസ് 1960. കേശവാനന്ദ ഭാരതി പറഞ്ഞതുകൊണ്ടാണ് ബറൂബാരി കേസ് കൂടി പറഞ്ഞത്. ഇനി നമുക്ക് അമെൻമെന്റ് എത്ര രീതിയിൽ അമെൻഡ് ചെയ്യാം? ഭരണഘടനാ ഭേദഗതി എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം? 3 രീതിയിലാണ് ഭേദഗതി ചെയ്യുന്നത്. ഭരണഘടന 3 രീതിയിൽ ഭേദഗതി ചെയ്യാം. ഏതൊക്കെയാണ്? കേവല ഭൂരിപക്ഷം, പിന്നെ എന്താണ്? പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി. 1 കേവല ഭൂരിപക്ഷം, 2 സ്പെഷ്യൽ മെജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഭൂരിപക്ഷം പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. പ്രത്യേക ഭൂരിപക്ഷം പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. അങ്ങനെ 3 രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. 1 കേവല ഭൂരിപക്ഷം, 2 പ്രത്യേക ഭൂരിപക്ഷം, 3 പ്രത്യേക ഭൂരിപക്ഷം പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. സിമ്പിൾ മെജോറിറ്റി. ഒന്നാമത്തേത്. രണ്ടാമത്തേന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി. 3 എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം.
ഇങ്ങനെ 3 രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് പറ്റുന്നത്. സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, പിന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. അങ്ങനെ 3 രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷത്തോടുകൂടി അമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുക അല്ലെങ്കിൽ അതിർത്തി മാറ്റുക. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുക അല്ലെങ്കിൽ അതിർത്തി മാറ്റുക, അതിലൊക്കെ മാറ്റം വരുത്താനായിട്ട് കേവല ഭൂരിപക്ഷമാണ്. പിന്നെ എന്താണ്, ഷെഡ്യൂൾ 2 മാറ്റം വരുത്താൻ. ഷെഡ്യൂൾ 2 മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. ഷെഡ്യൂൾ 2 മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. പിന്നെ അതുപോലെ പാർലമെന്റിന്റെ കോറം അതിൽ മാറ്റം വരുത്തുന്ന ഭേദഗതി ചെയ്യുന്നത് എന്താണ്, കേവല ഭൂരിപക്ഷ പ്രകാരമാണ്. ഇനി എന്താണ്, പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. പിന്നെ അതുപോലെ ഷെഡ്യൂൾ 5, 6 എന്നിവയിൽ മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. ഷെഡ്യൂൾ 5, 6 മാറ്റം വരുത്തുന്നത് കേവല ഭൂരിപക്ഷമാണ്. ഏതിലൊക്കെയാണ് കേവല ഭൂരിപക്ഷം വരുന്നത്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റുകയോ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ ഷെഡ്യൂൾ 2 ഭേദഗതി ചെയ്യാനായിട്ട്, പാർലമെന്റിന്റെ കോറം അതിൽ ഭേദഗതി ചെയ്യാനായിട്ട്, പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്താൻ, പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം അത് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ 5 6 ഭേദഗതി ചെയ്യാൻ, ഇത്രയും കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ഏത് പ്രകാരമാണ്? കേവല ഭൂരിപക്ഷ പ്രകാരമാണ് മാറ്റം വരുത്തുന്നത്. ഇനി രണ്ടാമത്തേതാണ് സ്പെഷ്യൽ മെജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷം. ഈ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ സമ്മേളിച്ച് സഭയിൽ വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം വേണം. 3/2 ഭൂരിപക്ഷം, 2/3 മെജോറിറ്റി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം ഭൂരിപക്ഷം കിട്ടത്തുള്ളൂ. എന്താണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്? സഭ സമ്മേളിച്ച് വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം. സഭ സമ്മേളിച്ച് വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം. ഇനി ഈ 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് സഭയുടെ ആകെ അംഗസംഖ്യയുടെ 50% കൂടുതലായിരിക്കണം. സഭയുടെ ആകെ അംഗസംഖ്യയുടെ 50% ഈ 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എങ്കിലേ എന്താണ് പ്രത്യേക ഭൂരിപക്ഷം കണ്ടീഷൻ ഓക്കെ ആവുള്ളൂ. ഇനി പ്രത്യേക ഭൂരിപക്ഷത്തോട് അമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നത് പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയാണ്. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭേദഗതി ചെയ്യുന്നത് പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയാണ്. ഇനി അടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരമാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിലേതൊക്കെയാണ്? പ്രസിഡന്റ് ഇലക്ഷനിൽ മാറ്റം വരുത്തുന്നത് മൂന്നാമത്തെ രീതിയിലാണ്. അതായത് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തിൽ ചെയ്യുന്നതാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ മാറ്റം വരുത്താൻ. അതേപോലെ യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ മാറ്റം വരുത്താൻ, യൂണിയൻ സ്റ്റേറ്റ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ മാറ്റം വരുത്താൻ. അതുപോലെ സുപ്രീം കോടതി ഹൈക്കോടതി ഇവയുടെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ, സുപ്രീം കോടതി ഹൈക്കോടതി വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ. അതുപോലെ ഷെഡ്യൂൾ 7 മാറ്റം വരുത്താൻ. ഷെഡ്യൂൾ 7 എന്തിനെ കുറിച്ച് പറയുന്നു? ലിസ്റ്റിനെ കുറിച്ച് പറയുന്നു. ഷെഡ്യൂൾ 7 ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെ ലിസ്റ്റാണുള്ളത്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്നാൽ ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനുള്ളതാണ്. റെസിഡ്യൂറി പവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റാണ്. അതിനെ റെസിഡ്യൂറി പവേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത്? ആർട്ടിക്കിൾ 248 പ്രകാരമാണ് റെസിഡ്യൂറി പവേഴ്സിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇത് കടമെടുത്ത എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ ഷെഡ്യൂൾ 7 മാറ്റം വരുത്തുന്നത് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇനി പാർലമെന്റിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് എന്താണ് ഭേദഗതി വരുത്തുന്നത്? എന്ത് പ്രകാരമാണ്? സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇനി ഭേദഗതിയിൽ മാറ്റം വരുത്താൻ. എന്ന് പറയുമ്പോൾ ഏതിൽ മാറ്റം വരുത്താൻ? 368 മാറ്റം വരുത്തണമെങ്കിൽ ഏത് പ്രകാരമാണ്? സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. 368 മാറ്റം വരുത്തണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇനി നമുക്ക് അമെൻമെന്റുകൾ ഓരോന്നായിട്ട് നോക്കാം. ഇത്രയും നേരം പറഞ്ഞത് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത്.
ഇനി ഈ ഭേദഗതി ബില്ല് ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ അവതരിപ്പിക്കേണ്ട? ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ടത് ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം? ലോക്സഭയിൽ വേണോ രാജ്യസഭയിൽ വേണോ അവതരിപ്പിക്കാം? അതുപോലെ ഒരു മന്ത്രിയാവണമെന്നില്ല, ഏതൊരു പാർലമെന്റ് അംഗത്തിനും ബില്ല് അവതരിപ്പിക്കാം. ഏതൊരു പാർലമെന്റ് അംഗത്തിനും എന്താണ് അമെൻമെന്റ് ബില്ല് അവതരിപ്പിക്കാം. ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. അമെൻമെന്റ് ബില്ല് ഓരോ സഭയിലും 2/3 ഭൂരിപക്ഷത്തോടു കൂടി എന്താണ് പാസ്സാക്കിയിരിക്കണം. പിന്നെ ഈ അമെൻമെന്റ് ബില്ല്, ഭേദഗതി ബില്ല് ജോയിന്റ് സിറ്റിംഗിൽ പാസ്സാക്കാൻ പറ്റുമോ? ഇല്ല. ജോയിന്റ് സിറ്റിംഗിൽ പാസ്സാക്കാൻ പറ്റാത്ത 2 ബില്ലുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1 മണി ബില്ല്, 2 എന്ന് പറയുന്നത് ഏതാണ്? അമെൻമെന്റ് ബില്ല്. ഭേദഗതി ബില്ലും മണി ബില്ലും ഏതിലെ ജോയിന്റ് സിറ്റിംഗിൽ പാസ്സാക്കാനായിട്ട് പറ്റില്ല. അപ്പം ഓരോ സഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം ഏത്? ഭേദഗതി ബില്ല്. ഇത്രയാണ് അതിൻ്റെ കണ്ടീഷൻസ്. പിന്നെ നമുക്കിനി ഓരോ അമെൻമെൻ്റായിട്ട് നോക്കാം. ഒന്നാമത്തെ അമെൻമെൻറ്റ്, ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷെഡ്യൂൾ 9 കൂട്ടിച്ചേർത്തു. ഷെഡ്യൂൾ 9 കൂട്ടിച്ചേർത്തു. ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ അമെൻമെന്റ് 1951. ഭരണഘടന നിലയിൽ വരുന്ന എന്നാണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ ആദ്യത്തെ അമെൻമെന്റ് വന്നു. തൊട്ടടുത്ത വർഷം 1951-നാണ് ആദ്യത്തെ അമെൻമെന്റ്. ഷെഡ്യൂൾ 9 കൂട്ടിച്ചേർത്തത് ഭൂപരിഷ്കരണ നിയമം കൂട്ടിച്ചേർക്കുന്നതാണ് എന്നറിയപ്പെടുന്നത് ഒന്നാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും, അതായത് ആർട്ടിക്കിൾ 19 നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഏത് പ്രകാരമാണ്? ഒന്നാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്. ആർട്ടിക്കിൾ 19 നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് സംസാര സ്വാതന്ത്ര്യത്തിന് മിതമായ നിയന്ത്രണം കൊണ്ടുവരുന്നത് ഒന്നാമത്തെ അമെൻമെന്റ് 1951 പ്രകാരമാണ്. ജന്മിത്വം നിർത്തലാക്കുന്നത് 1951 ഒന്നാം അമെൻമെന്റ് പ്രകാരമാണ്. ജന്മിത്വം നിർത്തലാക്കുന്നത് ഭൂപരിഷ്കരണ നിയമം വരുന്നത് 1951 ഒന്നാം അമെൻമെന്റ് പ്രകാരമാണ്. അതുപോലെ ജന്മിത്വം അവസാനിപ്പിക്കുന്നത് 1951 ഒന്നാം അമെൻമെന്റ് പ്രകാരമാണ്. ആർട്ടിക്കിൾ 19 നിയന്ത്രണം കൊണ്ടുവരുന്നത്, അതായത് സംസാര സ്വാതന്ത്ര്യത്തിന് മിതമായ നിയന്ത്രണം കൊണ്ടുവരുന്നത് ഒന്നാം അമെൻമെന്റ് 1951 പ്രകാരമാണ്. ഇനി അടുത്തത് 7ാം അമെൻമെന്റ്. 7ാം അമെൻമെന്റ് 1956. ഇതെന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കണോ? സംസ്ഥാന പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. 1956 7ാം ഭേദഗതി. ഇത് പ്രകാരമാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത്. 1956 നവംബർ 1-നാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത് സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം. അപ്പം അത് വരുന്നത് 7ാം അമെൻമെന്റ് 1956 പ്രകാരമാണ്. ഈ 7ാം അമെൻമെന്റ് പ്രകാരം എന്ത് ചെയ്തു? പാർട്ട് 7 ഒഴിവാക്കി. പാർട്ട് 7 ഭരണഘടനയിൽ നിന്ന് മാറ്റുകയും സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഇത് പ്രകാരം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി രൂപീകരിക്കാം. എന്ന പ്രൊവിഷൻ കൊണ്ടുവന്നു. അതുപോലെ എന്താണ്? 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിക്കാം. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിക്കാം എന്നുള്ള പ്രൊവിഷൻ കൊണ്ടുവരുന്നത് 1956 7ാം ഭേദഗതി പ്രകാരമാണ്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിക്കാം. പരമാവധി എത്ര മാസം? 6 മാസം വരെ പറ്റുള്ളൂ. പരമാവധി 6 മാസമേ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ മറ്റൊരു സംസ്ഥാനത്തിന്റെ പദവി വഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി അതുപോലെ ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് ഏത് പ്രകാരമാണ്? 1956 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പം നമ്മളിന്ന് പറഞ്ഞത് ഏതാണ്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള രീതികൾ, ഭേദഗതിയുടെ ആർട്ടിക്കിൾ, കടമെടുത്ത എവിടെ നിന്നാണ്, ഏതൊക്കെ രീതിയിലാണ് ഭേദഗതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1ാമത്തെ ഭേദഗതി പറഞ്ഞു, 7ാമത്തെ ഭേദഗതി പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറയുന്നത്. ഇനി ബാക്കി ഭേദഗതികൾ വരും ക്ലാസ്സുകളിൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ കമൻസുകളായിട്ട് നിങ്ങളുടെ കൂടുതൽ പുതിയ അറിവുകളുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്.